ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ സ്കൂളില് KG കുട്ടീസിന്റെ ഗ്രാജുലേഷൻ സെറമണിയാണ്. അതിന് ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഡാൻസും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം രാത്രിയാണ്. സ്റ്റേജൊക്കെ സെറ്റ് ആവുന്നേ ഉള്ളൂ. ഗസ്റ്റായിട്ട് വരുന്ന ഗഫൂറങ്ങളാണ്. ഇന്നെ മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാണാൻ നിങ്ങൾ പറയണം കേട്ടോ. ഇത് ഞങ്ങളെ സ്കൂളിൽ പുതിയ ഓഫീസാട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സും മേക്കപ്പൊക്കെ നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് KGയിലെ കുഞ്ഞു മക്കളാണ്. ഇവരൊക്കെ നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാട്ടോ. ഞങ്ങൾക്ക് പിന്നെ പേടിയൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ. ആദ്യമായിട്ടാട്ടോ അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരെന്നെ കണ്ടപ്പോൾ ചിരിച്ചതൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ വർത്തമാനം വന്നപ്പോൾ അവരെന്നോട് ചിരിച്ചു. ഈ ഡാൻസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ റെഡി ആയി നിൽക്കുകയാണ്. ഇനി ഒരു ഡാൻസും കൂടി കഴിഞ്ഞാൽ ഞങ്ങളാ. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറിട്ടോ. ഞാനടിക്ക് തെറ്റിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ സോങ് ഇടാൻ പറ്റാത്തോണ്ടാട്ടോ സോങ് ഇടാത്തത്. ഡാൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. അമ്മ എൻ്റെ ഓർണമെന്റ്സും ഡ്രസ്സൊക്കെ ഊരി തരാണേ. ഞങ്ങളെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗഫൂറങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങൾ പാരൻസിന് വേണ്ടി എന്തൊക്കെയോ സ്റ്റോറികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് 70-ാമത്തെ വയസ്സിലാണ്. 70-ാമത്തെ വയസ്സായപ്പോഴേക്ക് അദ്ദേഹം ലോകപ്രസിദ്ധനായ എഴുത്തുകാരനായി കഥാകാരനായി മാറിയിട്ടുണ്ട്.
70-ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം 7-ാമത്തെ വയസ്സിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. 7-ാമത്തെ വയസ്സിലെ അനുഭവം. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു. കുതിരപ്പുറത്ത് കയറണം എന്നുള്ള ആഗ്രഹം കാരണം കുതിര സ്വന്തമായുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടി ആവശ്യപ്പെട്ടു, നിങ്ങളുടെ കുതിരയുടെ പുറത്ത് ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അയാൾ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ആ കുട്ടിയെ അവൻ്റെ ചങ്ങാതിമാരുടെ ഇടയിൽ വെച്ച് അയാൾ പരിഹസിച്ചു. അയാൾ അവനെ കളിയാക്കി, ചീത്ത പറഞ്ഞ്. ആ കഥ പറഞ്ഞിട്ട് അയാളെ പറയാ, ഷൂസേ സരമാവോ എന്ന ഇന്ന് 70 വയസ്സുള്ള ആ പഴയ കുട്ടി പറയാ, ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല, പക്ഷെ ഞാൻ അന്ന് വീണു. അന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അടുത്ത ഞങ്ങളെ മിസ്സുമാർ ഒരു അടിപൊളി ഡാൻസാണ്. ഇതിലെൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന റിനു മിസ്, പിന്നെ എൻ്റെ US പഠിപ്പിക്കുന്ന മുർഷിദ മിസ്സും ഉണ്ട് കേട്ടോ. ഈ സെന്ററിൽ നിൽക്കണ കേട്ടോ അനുസരി മിസ്. പിന്നെ UKG മിസ് പഠിപ്പിച്ചിട്ടുണ്ട്.